ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ച പല പരീക്ഷകളുണ്ടായിരുന്നു. അതുകൊണ്ട് ക്ലാസ് ഇവിടെ നിന്ന് വന്നിട്ടില്ല. പിന്നെ ധാരാളം ക്ലാസ്സുകൾ ഈ നാട്ടിലുള്ളതുകൊണ്ട് ആളുകൾക്ക് സൗകര്യപ്രദമായി ക്ലാസ്സുകൾ കാണാനും പറ്റുന്നുണ്ട്. വളരെ മെച്ചപ്പെട്ട ക്ലാസ്സുകൾ ധാരാളം ഉണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച് ഒരു ക്ലാസ് മറ്റൊന്നിൻ്റെ തുടർച്ചയാണ്. ഒരു ക്ലാസ് എടുക്കുന്നതിൻ്റെ തുടർച്ചയാണ് അടുത്ത ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ജനസംഖ്യാ ദിനം പറഞ്ഞു. ജനസംഖ്യാ ദിനം ജൂലൈ 11 ജനസംഖ്യാ ദിനം ജൂലൈ 11 ശരി, അത് സംശയമൊന്നുമില്ല. ലോക ജനസംഖ്യാ ദിനം. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾക്ക് ചെയ്യാനുള്ളത്, ഇത് ദേശീയമാണോ ലോകമാണോ എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ചിലപ്പോൾ UNO പ്രഖ്യാപിക്കുന്ന ചില ലോക പ്രത്യേക ദിനങ്ങളുണ്ട്. അപ്പോൾ ഈ ജൂലൈ 11 എന്ന് പറയുന്നത് ലോക ജനസംഖ്യാ ദിനമാണ്. ഈ ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11 ആഘോഷിക്കാനുള്ള കാരണം, ലോക ജനസംഖ്യ 1987 500 കോടി തികഞ്ഞു. 1987 500 കോടി തികഞ്ഞു. അപ്പോൾ ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞത് 1987 ജൂലൈ 11 അതുകൊണ്ട് ലോകവ്യാപകമായി ജനസംഖ്യാ ദിനമായി ജൂലൈ 11 ആഘോഷിച്ചു വരുന്നു. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമാണ്. പക്ഷേ ജനസംഖ്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ 1-2 കാര്യങ്ങൾ കൂടി ഞാൻ 5 പേരെടുത്ത് ചോദിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഈ സെൻസസ് എടുക്കുന്നത് ആരാണ്? സെൻസസിൽ കൂടിയാണ് ജനസംഖ്യ കണക്കെടുപ്പ് നടത്തുന്നത്. നമ്മുടെ രാജ്യത്ത് സെൻസസ് നടത്തുന്നത്, അല്ലെങ്കിൽ സെൻസസ് വഴിയാണ് നമ്മൾ ജനസംഖ്യ കണക്കാക്കുന്നത്, സെൻസസ്. അപ്പോൾ അവസാനമായി സെൻസസ് നടന്നത് 2011 2011 അവസാന സെൻസസ് നടന്നത്. ഇനി സെൻസസ് നടക്കാൻ പോകുന്നത് 2027 2027 അതിൻ്റെ പ്രിപ്പറേറ്ററി വർക്കൊക്കെ നടക്കുകയാണ്. ഹൗസ് നമ്പറിങ്, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട്, അത് നടക്കുകയാണ്. ഇപ്രാവശ്യത്തെ സെൻസസിന്റെ 2 ഭാഗ്യചിഹ്നങ്ങളുണ്ട്. ഒന്നാണ് പ്രഗതി, വികാസ്. 2027 സെൻസസിൻ്റെ 2 ഭാഗ്യചിഹ്നങ്ങളാണ് പ്രഗതി ആൻഡ് വികാസ്. ഇപ്പോഴത്തെ സെൻസസ് കമ്മീഷണർ ആരാണ്? ഇപ്പോഴത്തെ സെൻസസ് കമ്മീഷണറാണ് മൃത്യുഞ്ജയ് കുമാർ നാരായൺ. ശരി, സമ്മതിച്ചു. ഇപ്രാവശ്യം നടക്കാൻ പോകുന്ന സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് സുദർശൻ പട്നായിക്. വെരി ഇമ്പോർട്ടൻറ്റ്. സുദർശൻ പട്നായിക് ബ്രാൻഡ് അംബാസിഡർ. ഈ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ തുടർച്ചയായിരിക്കും അടുത്ത ക്ലാസ്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ക്ലാസ്സിൽ ഒരു ക്ലാസ് ഒരു ദിവസം എടുത്താൽ അടുത്ത ദിവസം അതിൻ്റെ റിവിഷനാണ്. അങ്ങനെയാണ് ഈ ക്ലാസ് നടക്കുന്നത്. ശരി, സുദർശൻ പട്നായിക്കാണ് അതിൻ്റെ അംബാസഡർ, ബ്രാൻഡ് അംബാസഡർ. 2027 സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസഡർ സുദർശൻ പട്നായിക്കാണ്. അത് 1-2 കാര്യങ്ങളൂടെ നമുക്ക് അവിടെ എഴുതാം. എന്താ? സെൻസസ് ആരംഭിക്കുന്നത് 1872 1872 ലോർഡ് മേയോ പ്രഭുവിൻ്റെ കാലത്താണ് ആരംഭിച്ചത്. ലോർഡ് മേയോ പ്രഭുവിൻ്റെ കാലത്ത്. ഈ ലോർഡ് മേയോ എന്ന് കേട്ടപ്പോഴത്തേക്ക് എന്താണ് പിന്നെ തൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയത്? ലോർഡ് മേയോ എന്ന് പറയുന്ന വൈസ്രോയിയാണ് ഇന്ത്യയിൽ ആദ്യമായി വധിക്കപ്പെട്ടത്. എവിടെ വെച്ച്? സെല്ലുലാർ ജയിലിൽ വെച്ച്. സെല്ലുലാർ ജയിൽ എവിടെയാണ്? ആൻഡമാനിലാണ്. എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിലാണ് സെല്ലുലാർ ജയിൽ. അങ്ങനെയാണ് കാലാപാനി എന്നൊക്കെ നമുക്ക് പറയുന്നത്. ഈ മേയോ പ്രഭുവിനെ വധിച്ചത് ഷെർ അലി എന്ന് പറയുന്നത് അഫ്ഗാനാണ്. ഷെർ അലിയാണ് വധിച്ചത്. മേയോ പ്രഭുവിനെ വധിച്ചു. ശരി, നമുക്കിനി വിഷയത്തിലേക്ക് വരാം. എന്നാൽ റെഗുലർ സെൻസസ് ആരംഭിക്കുന്നത് 1881 1881 റിപ്പൺ പ്രഭുവിൻ്റെ കാലത്ത് റെഗുലർ സെൻസസ് എന്നുവെച്ചാൽ 10 വർഷത്തിലൊരിക്കൽ 1901, 11, 21 ഇങ്ങനെ റെഗുലർ സെൻസസ് ഉണ്ടല്ലോ. ആരംഭിക്കുന്നത് 1881 റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ്. റിപ്പൻ്റെ കാലഘട്ടം 1880-84 റിപ്പൻ്റെ കാലഘട്ടം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പണാണ്.
ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് റിപ്പണാണ്. അത് നമുക്ക് പിന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി തൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്. പിന്നെ ഈ അടുത്ത കാലത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, PSC ചോദിച്ച ക്വസ്റ്റ്യൻ. മുകളിലോട്ട് എഴുതുക. NSG, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, ദേശീയ സുരക്ഷാ ഗാർഡ്. ഈ NSGയും സെൻസസും ഏത് മന്ത്രി കാര്യാലയത്തിന് കീഴിലാണ് വരുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ്. NSG പ്ലസ് സെൻസസ് വരുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി കാര്യാലയത്തിന് കീഴിലാണ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അമിത് ഷാ. ഗുജറാത്തിൽ നിന്നാണ് മത്സരിച്ച് ജയിച്ചത് അമിത് ഷാ. ആഭ്യന്തരം മാത്രമല്ല, ആഭ്യന്തരവും സഹകരണവും, ആഭ്യന്തര സഹകരണ മന്ത്രിയാണ് അമിത് ഷാ എന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. ശരി, അപ്പോൾ നമ്മൾ സെൻസസിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ സെൻസസ് 1951-ലാണ്. കാരണം 47-ൽ സ്വാതന്ത്ര്യം കിട്ടി, 51-ലാണ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ സെൻസസ് നടന്നത്. 2021-ൽ സെൻസസ് നടക്കേണ്ടിയിരുന്നതാണ്. കോവിഡ് കൊണ്ടാണ് ഇതിങ്ങനെ നീണ്ടുപോയതെന്ന് മനസ്സിലാക്കണം. കോവിഡ്-19 കൊണ്ടാണ് ഇങ്ങനെ നീണ്ടുപോയതെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ബോർഡിൽ കിടക്കുന്ന എല്ലാം കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് പോയാലെന്താ പറയും? ആദ്യം നമ്മൾ പറഞ്ഞത് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. 1987-ലാണ് ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞത്. 1987 ജൂലൈ 11. അതിന്റെ സ്മരണയ്ക്കാണ് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്നത്. ലോകയാണ് പ്രധാനപ്പെട്ടത് അല്ലേ? ശരിയാണ്, യു ആർ കറക്റ്റ്. അടുത്തതാണ് നമ്മൾ സെൻസസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് 2011-ലാണ് ഇപ്പൊ അവസാന സെൻസസ് നടന്നതെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ഇനി നടക്കാൻ പോകുന്ന സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങളാണ് ഒന്ന് പ്രഗതി, അതുപോലെ വികാസ്. ഇത് PSCക്ക് ചോദിക്കാൻ പോണ ക്വസ്റ്റ്യൻ ആണെന്ന് എല്ലാവരും ഓർമ്മിച്ച് വെച്ചോളൂ. പ്രഗതി അതുപോലെ വികാസ്, ഇത് രണ്ടുമാണ് ഇനി നടക്കാൻ പോകുന്ന സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് നിലവിലെ സെൻസസ് കമ്മീഷണറാണ് മൃത്യുഞ്ജയ് കുമാർ നാരായൺ. സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് സുദർശൻ പട്നായിക്. അത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അടുത്തത് പിന്നെ ആദ്യമായിട്ട് സെൻസസ് ആരംഭിച്ചത് 1872-ലാണ്. മേയോ പ്രഭുവിന്റെ കാലത്താണ്. മേയോ പ്രഭുവിനെ വധിച്ചത് ഷെർ അലിയാണെന്നും പറഞ്ഞു. സെല്ലുലാർ ജയില്, ആൻഡമാൻ നിക്കോബാർ. ശരി. അടുത്തത് 1881-ലാണ് റെഗുലർ സെൻസസ് ആരംഭിച്ചത്. അത് റിപ്പൺ പ്രഭുവിന്റെ കാലത്താണ്. റിപ്പന്റെ കാലഘട്ടം 1880 മുതൽ 84 വരെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്. നമുക്ക് അടുത്തൊരു കാര്യം കൂടി ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. എന്താണെന്നറിയാമോ? ഈ പുതിയ പോലീസ് നിയമങ്ങൾ, BNS ഉൾപ്പെടെയുള്ള നിയമങ്ങൾ നിലവിൽ വന്നത് എന്നാണ് നിലവിൽ വന്നത്? അതിൽ വന്നത് ഒന്ന് BNS, അതുപോലെ BNSS, അടുത്തത് BSA. ഇത് മൂന്ന് നിലവിൽ വന്നത് 2024 ജൂലൈ 1-നാണ്. അതിന്റെ ഫുൾ ഫോം കൂടെ ഒന്ന് പറയാമോ? ആദ്യത്തേതാണ് BNS. അതിന്റെ പൂർണ്ണ രൂപമാണ് ഭാരതീയ ന്യായ സംഹിത. അടുത്തതാണ് BNSS, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. അടുത്ത BSA, ഭാരതീയ സാക്ഷ്യ അധിനിയം. ഇതെല്ലാം നിലവിൽ വന്നതെന്നാണ് 2024 ജൂലൈ 1. IPCക്ക് പകരം വന്നതാണ് BNS. അപ്പൊ അവിടെ അങ്ങോട്ട് ആരോ ഇട്ടെടുത്തു? ഇന്ത്യൻ പീനൽ കോഡ്. IPCക്ക് പകരം വന്നതാണ് BNS. അതുപോലെ CRPCക്ക് പകരം വന്നതാണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. അതിന് പകരം വന്നതാണ് BNS. എവിഡൻസ് ആക്ടിന് പകരം വന്നതാണ് BSA എന്ന് പറയുന്നത്. അവിടെ എവിഡൻസ് ആക്ട് എന്ന് എഴുതുക. എവിഡൻസ് ആക്ട് ഇതൊന്നുകൂടെ ഒന്ന് പറയാമോ? ഇതൊന്ന് ക്ലാരിറ്റി വരുത്തേണ്ടതാണ്. പറയൂ. ഒന്നാമത്തേതാണ് BNS. എന്ന് പറഞ്ഞാൽ IPC അഥവാ ഇന്ത്യൻ പീനൽ കോഡ്. അതിന് പകരം വന്ന സംവിധാനമാണ് BNS അഥവാ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത്. CRPC അഥവാ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. അതിന് പകരം വന്നതാണ് BNSS അഥവാ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. എവിഡൻസ് ആക്ട് അല്ലെങ്കിൽ തെളിവ് നിയമത്തിന് പകരമായിട്ട് വന്നതാണ് BSA, ഭാരതീയ സാക്ഷ്യ അധിനിയം. ഇത് മൂന്ന് നിലവിൽ വന്നത് 2024 ജൂലൈ 1-നാണ്. ഈ വലിയ കുഴപ്പമില്ലാത്ത ഒന്നാണ്. ആ ജൂലൈ 1-ന്റെ പ്രത്യേകത കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ. BC റോയിയുടെ ജന്മദിനം. പശ്ചിമ ബംഗാളിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു BC റോയ്. പശ്ചിമ ബംഗാളിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? സുവേന്ദു അധികാരി. ഏത് പാർട്ടിയാ? BJP ആണ്. അവിടുത്തെ ഗവർണറാണ് RN രവി. അപ്പോൾ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല.
ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പോൾ 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും ഇലക്ഷൻ നടന്നു. ഈ 4 സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിയും പാർട്ടിയും എന്ന് പറയാം. ഒന്നാമത്തേതാണ് കേരളം. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് VD സതീശൻ, UDF. ശരി, അടുത്തതാണ് തമിഴ്നാട്. തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് C. ജോസഫ് വിജയ്. അദ്ദേഹത്തിന്റെ പാർട്ടി ഏതാണ്? TVK, തമിഴക വെട്രിക്കഴകം. ശരി, അപ്പൊ 2 സ്റ്റേറ്റ് താൻ പറഞ്ഞ കറക്റ്റാണ്. 3. അടുത്തത് പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് സുവേന്ദു അധികാരി, BJP ആണ്. അടുത്തതാണ് ആസാം. ആസാമിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. അദ്ദേഹം നേരത്തെയും അവിടുത്തെ മുഖ്യമന്ത്രിയാണ്, തുടർച്ചയാണ് അല്ലേ, ഹിമന്ത ബിശ്വ ശർമ്മ. ഞാൻ ഇനി ഒരു ക്വസ്റ്റ്യൻ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ചോദിക്കുകയാണ്. പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയായിരുന്നു മമതാ ബാനർജി. മനസ്സിലായില്ല, അവർ വിചാരിച്ചത് ലോകം മുഴുവൻ അവരുടെ കീഴിലെന്നാണ്. പക്ഷേ ജനാധിപത്യത്തിന് വലിയ ശക്തിയാണുള്ളത്. അപ്പോൾ ഈ മമതാ ബാനർജി ഈ ഇലക്ഷനിൽ ജയിച്ചോ തോറ്റോ? പരാജയപ്പെട്ടു. ആരോട് പരാജയപ്പെട്ടു? എടാ, ഇതൊക്കെ ക്വസ്റ്റ്യനാണ്. സുവേന്ദു അധികാരിയോട് പരാജയപ്പെട്ടു, ഭവാനിപ്പൂർ മണ്ഡലം. അപ്പോൾ ഈ ഭവാനിപ്പൂർ മണ്ഡലം വളരെ പ്രധാനപ്പെട്ടതാണ്. പശ്ചിമ ബംഗാളിലെ ഭവാനിപ്പൂർ മണ്ഡലത്തിലാണ് സുവേന്ദു അധികാരിയോട് ആര് പരാജയപ്പെട്ടു? മമതാ ബാനർജി പരാജയപ്പെട്ടു. ചില മണ്ഡലങ്ങൾ PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് ജവഹർലാൽ നെഹ്റു സ്ഥിരം മത്സരിച്ച് ജയിച്ചിരുന്ന ഒരു മണ്ഡലമുണ്ട് ഉത്തർപ്രദേശിൽ. മനസ്സിലാവും, ഉത്തർപ്രദേശിൽ 80 ലോകസഭാ സീറ്റുണ്ട്, അറിയാമല്ലോ. അദ്ദേഹം മത്സരിച്ച് സ്ഥിരം ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് ഫുൽപൂർ മണ്ഡലം. ആരെ പേരുമായി ബന്ധപ്പെട്ടതാണ്? ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതേസമയം റായ്ബറേലി ആരുടെ പേരുമായി ബന്ധപ്പെട്ടതാണ്? റായ്ബറേലി ഇന്ദിരാഗാന്ധി സ്ഥിരം ജയിക്കുന്ന മണ്ഡലം റായ്ബറേലി, ഉത്തർപ്രദേശാണ്. അതേപോലെ തന്നെ രാജീവ് ഗാന്ധി സ്ഥിരമായി മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് അമേധി രാജീവ് ഗാന്ധി. നമ്മളിത് അക്കാഡമിക് ഇൻട്രസ്റ്റ് കൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ മമതാ ബാനർജി ഭവാനിപ്പൂർ മണ്ഡലത്തിൽ മത്സരിച്ച് തോറ്റു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ഇതെല്ലാം കുട്ടികൾ അക്കാഡമിക്കായിട്ടൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി ഒരു കാര്യം വിട്ടുപോയി. 4 സ്റ്റേറ്റിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമാണ് ഇലക്ഷൻ നടന്നത്. ആ കേന്ദ്രഭരണ പ്രദേശം ഏതാ? കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. മുഖ്യമന്ത്രിയാണ് N. രംഗസ്വാമി. അവിടെ ഭരിക്കുന്നത് BJPയും രംഗസ്വാമി കോൺഗ്രസും കൂടെയാണ് അല്ലേ? സംയുക്ത ഭരണമാണ് അവിടെ നടക്കുന്നത്. ശരി, അതാണ് നമ്മൾ സംസാരിച്ചത്. നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ശരി, ഇനി ഒരു കാര്യം കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ ജൂലൈ മാസത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. അതേസമയം ഒരു സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചു. ആ സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചത്, ചക്രവാണി സാർ എന്തുകൊണ്ടാണ് 2017 ജൂലൈ 1 കുറിച്ച് സംസാരിക്കാത്തത്? യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം പറയേണ്ട ഒരു കേസായിരുന്നു അല്ലേ? പറയും. 2017 ജൂലൈ 1. 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അല്ലെങ്കിൽ മലയാളം ചരക്ക് സേവന നികുതി നിലവിൽ വന്നത് 2017 ജൂലൈ 1. ഞാൻ ചോദിച്ചോട്ടെ, ഈ ചരക്ക് സേവന നികുതി എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് ആണോ ഇൻഡയറക്റ്റ് ടാക്സ് ആണോ? ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, പരോക്ഷ നികുതിയാണ്. ഇന്നലെ ഇതിനെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഞങ്ങൾ പറയുമ്പോഴത്തേക്ക് നിങ്ങളാരും വിശ്വസിക്കില്ല. ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കൂ, നമ്മളെ ക്ലാസ്സിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന്. അപ്പം ഞങ്ങളെല്ലാം ആവർത്തിച്ച് പറയുകയാണ്, ഈ ചരക്ക് സേവന നികുതി വരുന്നത് 2017 ജൂലൈ 1 GST. ഇനി ആ GSTയുടെ ആർട്ടിക്കിൾസ് ഒന്ന് പറയാമോ? ഇന്നലെ ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. പഞ്ചമയ്ക്ക് ഓർമ്മയുണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ഇന്നലെ രാവിലെ ഉണ്ടായിരുന്ന ക്ലാസ്, ഉച്ചയ്ക്കായിരുന്നല്ലോ പരീക്ഷ, രാവിലെ ഉണ്ടായിരുന്ന ക്ലാസ്സിൽ ഞാൻ GST സ്ലാബുകളെ കുറിച്ച് ക്ലാസ്സിൽ സംസാരിച്ചപ്പോഴത്തേക്ക് നിങ്ങളാരോ പറഞ്ഞു, സാർ ആ സ്ലാബിൽ വിട്ടുകളഞ്ഞതേ അത് GST 2.0. ഒരുപാട് പരിഷ്കരണങ്ങൾ വന്നു GST 2.0. അപ്പോൾ നിങ്ങൾ ചോദിച്ചു ഏതൊക്കെ ടാക്സ് നിരക്കുകളാണ് എടുത്തു കളഞ്ഞതെന്ന് ചോദിച്ചു. ആ എടുത്തു കളഞ്ഞതാണ് ഇന്നലത്തെ PSC പരീക്ഷ. ഒന്ന് 12%, അതുപോലെ 28%. റെക്ടാങ്കിൾ ഇടും, എടുത്തു കളഞ്ഞു. ഏത് പരീക്ഷയ്ക്ക് ചോദിച്ചത്? സിവിൽ എക്സൈസ് ഓഫീസർ. അതിൻ്റെ കോഡൂടെ എഴുതൂ, 51/2026. ഇന്നലെ ചോദിച്ചാണ്. ഞാൻ രാവിലെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നമ്മുടെ റെഗുലർ ക്ലാസ് രാവിലെ പറഞ്ഞതാണ്. അഞ്ചുമ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. GSTയുടെ ആദ്യത്തെ സ്ലാബുകൾ ഏതെല്ലാം? ആദ്യത്തെ സ്ലാബുകളാണ് 0%, 5%, 12%, 18%,
28%. അഞ്ചുമ, ഈ തുടക്കത്തിൽ GST സ്ലാബുകൾ ഏതൊക്കെയായിരുന്നു? തുടക്കത്തിൽ ഉണ്ടായിരുന്ന GST സ്ലാബുകളാണ് 1 0%, 5%, 12%, 18%, 28%. ഇത്രയാണ് തുടക്കത്തിലുണ്ടായിരുന്നത്. തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ 2017 ജൂലൈ 1. എന്നാൽ ഈ അടുത്ത കാലത്ത് GSTയിൽ വമ്പിച്ചൊരു റീസ്ട്രക്ചറിങ് നടത്തി. ഈ സ്ലാബുകളിലൊക്കെ വ്യത്യാസം വരുത്തി. ആ വ്യത്യാസം വരുത്തിയ സ്ലാബ് ഏതൊക്കെയാണ്? അതായത് GST 2.0. GST 2.0യിൽ വരുത്തിയ വ്യത്യാസങ്ങൾ ഏതൊക്കെയാണെന്ന് പറയും. ഒന്നാമത്തത് 2 സ്ലാബുകൾ, പഴയ സ്ലാബുകളിൽ ഉണ്ടായിരുന്നതിന് 2 സ്ലാബുകൾ എടുത്ത് മാറ്റി പകരം ഒരു പുതിയ സ്ലാബ് കൂടി ആഡ് ചെയ്തു. ശരി, GST 2.0യുടെ ആദ്യം എഴുതും. ഇപ്പം നിലവിലുള്ളതാണ് 0%, 5%, 18%, 40%. അപ്പൊ 40% കൂട്ടിച്ചേർത്തു. ശരിയല്ലേ? പഴയെന്ന് എടുത്തു കളഞ്ഞത് പറയും. എടുത്തു മാറ്റിയതാണ് 12%, 28%. 12%, 28% എടുത്തു മാറ്റി. ഇവിടെ അയാൾ എടുത്തു മാറ്റിയതിന് എഴുതുകയാണ്. കൊച്ചു കുട്ടികളെ പഠിപ്പിക്കും പോലെയാണ് പഠിപ്പിക്കുന്നത്. എടുത്തു മാറ്റി. ഇനി ഞാൻ ചോദിച്ചോട്ടെ, GST 2.0യിൽ പുതിയതായി കൊണ്ടുവന്ന നികുതി നിരക്ക് ഏത്? 40%. 40%. ഇതാണ് പുതിയതായിട്ട് കൊണ്ടുവന്നത് അല്ലേ? 40% കൊണ്ടുവന്നു. ഇന്നലത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. നിങ്ങൾ ഞങ്ങൾ പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കാതിരിക്കുക. അതാണ് പ്രശ്നം. എന്തും വിജ്ഞാനമുള്ളതാണ്, എന്തിനും വിലയുള്ളതാണ്. ശരി, ഈ ഒരു ക്വസ്റ്റ്യന് ₹1,00,000 സാധ്യതയുണ്ട്. കാരണം ഒരു മാർക്ക് കൂടെ കിട്ടിയാൽ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് വരും. ശരിയല്ലേ? യഥാർത്ഥത്തിൽ തീർന്നില്ല. ഇനി ഇവിടെ ചില പ്രശ്നങ്ങളോട് പറയാനുണ്ട്. അവിടെ എടുത്ത് GST നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത് പറഞ്ഞു. GSTയുടെ പിതാവ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ആരെയാണ്? GSTയുടെ പിതാവ് AB വാജ്പേയി. AB വാജ്പേയിയാണ്. ഇന്ത്യ പ്രധാനമന്ത്രിയായിരുന്നു AB വാജ്പേയി. അദ്ദേഹമാണ് ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം. ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയതാരാണ്? വാജ്പേയി. അത് മാത്രമല്ല, 1999 കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ആര്? AB വാജ്പേയി. ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഈ GST കൗൺസിലിൻ്റെ ആർട്ടിക്കിൾ ഏതാണ്? ഭരണഘടനാ സ്ഥാപനമാണ്. GST കൗൺസിലിന്റെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 279A. 279A. അത് ഞാൻ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിലേ ഇങ്ങനെ മണിമണിയായിട്ട് പറയുകയാണെങ്കിൽ ആ GST കൗൺസിലിൽ എത്ര പേരുണ്ട്, അത് എവിടെ നിന്നൊക്കെയാണ് വരുന്നത് എന്നുള്ള ഈക്വേഷൻ കാണിച്ചു കൊടുക്കണം. GST കൗൺസിൽ അതിൻ്റെ അടിയിൽ വരയിടുക, താഴോട്ടൊരു ആരോ ഇടുക. ഇത് GST കൗൺസിലാണ്. ഇതിൽ ആകെ അംഗങ്ങളെന്ന് പറയുന്നത് 33 പേരാണ്. 33 സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 28 പ്ലസ് 3 പ്ലസ് 2 അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 33 കിട്ടും. ഈ 33 ആരൊക്കെയാണെന്ന് പറയും? 28 ആരാ? 28 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ധനകാര്യ വകുപ്പ് മന്ത്രിമാർ അല്ലെങ്കിൽ അവർ ചുമതലപ്പെടുത്തുന്നവർക്കും പങ്കെടുക്കാം. ശരി, അടുത്ത 3 എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് 3 എണ്ണം. ഏതൊക്കെയാണ് നിയമസഭയുള്ളത്? ഒന്ന് പുതുച്ചേരി, ഡൽഹി, ജമ്മു കാശ്മീർ. ഈ 3 സ്ഥലത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിമാർ. പിന്നെ ഈ 2 പേരിൽ ഒരാളെന്ന് പറഞ്ഞാൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയും രണ്ടാമത്തേത് കേന്ദ്ര ധനകാര്യ വകുപ്പ് സഹമന്ത്രി. ഇപ്പൊ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി എന്ന് പറഞ്ഞ പങ്കജ് ചൗധരി. ആ പങ്കജ് ചൗധരി PSCക്ക് 1 മാർക്കിന് ചോദിച്ചതാണ്. പങ്കജ് ചൗധരി. GST കൗൺസിലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. GST ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ശരി, 101 ഭരണഘടനാ ഭേദഗതി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 101 ഭരണഘടനാ ഭേദഗതി 2016. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 101 ഭരണഘടനാ ഭേദഗതി 2016 ബന്ധപ്പെട്ടതാണ്. ശരി, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇല്ലേ? ഈ എഴുതി എല്ലാം കൂടെ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കാമോ? GSTയുടെ പൂർണ്ണ രൂപമാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അതിന്റെ മലയാളമാണ് ചരക്ക് സേവന നികുതി. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. GSTയിൽ ആദ്യം ഉണ്ടായിരുന്ന സ്ലാബുകളാണ് 0%, 5%, 12%, 18%, 28%. എന്നാൽ GST 2.0യിലൂടെ ഇതിൽ നിന്നും എടുത്തു മാറ്റിയ 2 സ്ലാബുകളാണ് 12%, 28%. കൂട്ടിച്ചേർത്ത് പുതുതായിട്ട് ആഡ് ചെയ്തതാണ് 40%. ഇപ്പൊ GSTയിലെ സ്ലാബുകൾ 0%, 5%, 18%, 40%. ഇതാണ് ഇപ്പോഴുള്ളത് അല്ലേ? ഇപ്പോഴുള്ളതാണ്.
GSTയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് AP വാജ്പേയി ആണ്. GST കൗൺസിലിന്റെ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 279A. GST കൗൺസിലിൽ 33 പേരാണുള്ളത്. 28 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ധനകാര്യ വകുപ്പ് മന്ത്രിമാർ അല്ലെങ്കിൽ അവർ ചുമതലപ്പെടുത്തുന്ന മന്ത്രിമാർ, പിന്നെ നിയമസഭയുള്ള 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ധനകാര്യ വകുപ്പ് മന്ത്രിമാർ, പിന്നെ 1 കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി, അതുപോലെ കേന്ദ്ര ധനകാര്യ വകുപ്പ് സഹമന്ത്രി. ഇപ്പോഴത്തെ കേന്ദ്ര ധനകാര്യ വകുപ്പ് സഹമന്ത്രിയാണ് പങ്കജ് ചൗധരി. ശരി. അപ്പോൾ ടാക്സുകളെ കുറിച്ച് ഒന്ന് അടിച്ചു കളയും. ടാക്സുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ 1-2 കാര്യങ്ങൾ കൂടി ചോദിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്താണെന്നറിയാമോ? നോക്കൂ, വിനോദ നികുതി. ഈ വിനോദ നികുതി എന്ന് പറഞ്ഞാൽ സിനിമ കാണുമ്പോൾ കൊടുക്കുന്ന നികുതി, അതുപോലെ തന്നെ സർക്കസ് കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ കൊടുക്കുന്ന നികുതികളാണ്. അല്ലെ പ്രൊഫഷണൽ നാടകം ടിക്കറ്റ് വെച്ച് നടത്തുകയാണ്, അതിനൊരു നികുതിയുണ്ട്. ഈ വിനോദ നികുതി എന്ന് പറയുന്നത് എവിടെയാണ് അടയ്ക്കേണ്ടത്? വിനോദ നികുതി അടയ്ക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ്. LSGD. ഇത് ഒരു പരോക്ഷ നികുതിയാണ്. ചില ടിക്കറ്റിൻ്റെ കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പരോക്ഷ നികുതിയാണ്. അങ്ങനെയാണെങ്കിൽ വീട്ടുകരം ഡയറക്റ്റ് ടാക്സ് ആണോ ഇൻഡയറക്റ്റ് ടാക്സ് ആണോ പറഞ്ഞാൽ മതി. ഡയറക്റ്റ് ടാക്സ് ആണ്. വാഹന നികുതി ഡയറക്റ്റ് ടാക്സ് ആണ്. പ്രത്യക്ഷ നികുതിയാണ്. പ്രൊഫഷണൽ ടാക്സ് നമ്മൾ ജോലിയുള്ളവർ കൊടുക്കുന്നതാണ് പ്രൊഫഷണൽ ടാക്സ്. പ്രൊഫഷണൽ നികുതി ഡയറക്റ്റ് ടാക്സ് ആണ്. തൊഴിൽ നികുതി ഡയറക്റ്റ് ടാക്സ് ആണ്. അത് തൊഴിൽ ചെയ്യുന്നവർ കൊടുത്താൽ മതിയല്ലോ. ഈ വെഹിക്കിൾ ടാക്സ് പോലെ തന്നെയാണ്. ഇൻകം ടാക്സ് ഡയറക്റ്റ് നികുതിയാണ്. നമ്മൾ ആരാണോ കൂടുതൽ വരുമാനമുള്ളവർ അവരല്ലേ കൊടുക്കുന്നത്. ടാക്സ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ടാക്സുമായി ബന്ധപ്പെട്ടതാണ് ഇൻകം ടാക്സ്. മനസ്സിലായല്ലോ? ശരി, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. അടുത്ത ഒരു കാര്യം കൂടി നമുക്കിവിടെ വിശദീകരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കണ്ടവർ ഈ ക്ലാസ് കണ്ടാൽ അവർക്ക് നല്ല എളുപ്പമായിരിക്കും, സംശയം വേണ്ട. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 പ്രധാനപ്പെട്ട കേസുകളെ കുറിച്ച് സംസാരിച്ചു. അതിലൊരു കേസ് ഇന്നലത്തെ പരീക്ഷയ്ക്ക് ഒരു കേസ് ചോദിച്ചു. ഇംഗ്ലീഷ് എല്ലാവർക്കും എല്ലാം ശരിയായെന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഒരു ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നു. അതായത് എബ്രഹാം ലിങ്കൻ പുട്ടാനെൻസ് സ്ലേവറി, അബോളിഷ്ഡ് സ്ലേവറി. ആ സ്ലേവറി എന്നുള്ള പോലെ ഒരു നൗണാണ് അവിടെ എഴുതേണ്ടി വന്നത്. അത് ഇന്നലത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. പക്ഷെ നമ്മൾ ഈ ചാനൽ വളരെ കാണുന്നില്ല, അതുകൊണ്ട് ഇതിൻ്റെ പ്രസക്തി ആളുകൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് പൊക്കി പറയുകയാണ്. ശരി, ആയിക്കോട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അപ്പോൾ നമുക്ക് സമയം തീർന്നു പോയി. അതിലൊന്നാണ് ബർവാരി കേസ്. ഒന്നുകൂടെ പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കില്ല. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നു ചക്രവാണി സാർ വീണ്ടും ബർവാരി കേസ് പറയും. ഒരിക്കലും പറയില്ല. ബർവാരി കേസിൻ്റെ വർഷം ഒന്ന് എഴുതുക. 1960. 2 നമ്മൾ പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അതായത് 51/2026 ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് 1973. അടുത്ത മിനർവ മിൽ കേസ്. അത് 1980. ഇവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓർമ്മയുണ്ടോ? നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടെയാണ്. പക്ഷേ ഇത് പറഞ്ഞു നിർത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ പോയത്, സാധാരണഗതിയിൽ വർഷങ്ങൾ പറയുമ്പോൾ വർഷത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യില്ലേ? ശരിയല്ലേ? ഞാൻ 1-2 ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് ചോദിക്കണം ഇവർക്ക് വേണ്ടിയിട്ടാണ്. ബർവാരി എന്ന് പറയുന്നത് എന്തോന്നാണ്? ബർവാരി എന്ന് പറയുന്നത് സ്ഥലമാണ്. കേശവാനന്ദ ഭാരതി കേസും കേരളവുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട്. മിനർവ മിൽ കേസ് ഏത് സ്റ്റേറ്റിൽ നിന്ന് ഉടലെടുത്തതാണ്? കർണാടക. ശരി, ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ 1960 ബർവാരി കേസ്. ഈ ബർവാരി കേസ് യഥാർത്ഥത്തിൽ ഈ ബർവാരി പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായി തീരുന്നത് 100ാം ഭരണഘടനാ ഭേദഗതിയിലാണ്. ലാൻഡ് ബോർഡർ അഗ്രിമെന്റ്. 100ാം ഇവിടെ വേണമെങ്കിൽ ഇങ്ങോട്ടൊരു ആരോ ഇട്ടിട്ട് 100ാം ഭരണഘടനാ ഭേദഗതി 2015. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമോ? 2015 100ാം ഭരണഘടനാ ഭേദഗതി വന്നത്. 2015 നരേന്ദ്രമോദിയുടെ കാലത്താണ് ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാക്കിയത് ഇന്ത്യ ബംഗ്ലാദേശ് ഭൂമി അതിർത്തി പ്രശ്നത്തിൽ. ചില വില്ലേജുകൾ ഇന്ത്യക്ക് തന്നു, ചില വില്ലേജുകൾ ആർക്ക് കൊടുത്തു? ബംഗ്ലാദേശിന് കൊടുത്തു. അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചു. 100ാം ഭരണഘടനാ ഭേദഗതി 2015 ആരുടെ കാലത്ത്? നരേന്ദ്രമോദിയുടെ കാലത്ത്. 2014 മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്.
അപ്പോൾ ബർവാരി കേസ് 1960 നടന്ന ആ കേസ് യഥാർത്ഥത്തിൽ അതിൻ്റെ കംപ്ലീഷൻ വരുന്നത് 2015 100-ാം ഭരണഘടനാ ഭേദഗതിയിൽ പരസ്പരം ഈ പ്രദേശങ്ങൾ വിട്ടുകൊടുത്തു. ശരി, ഇനി 1960 കുറിച്ച് പറയണം. അവിടെയാണ് അന്നെൻ്റെ മനസ്സ് ഉടക്കി നിന്നത്, അവിടെയാണ് നമ്മൾ നിർത്തിയിട്ട് പോയത്. 1960 എഴുതി റെക്റ്റാങ്കിൾ ഇടുക. ഇങ്ങനെ നിങ്ങൾ റെക്റ്റാങ്കിൾ ഇടുന്നുണ്ടോ? വർഷങ്ങൾ എഴുതാനുള്ള ബുക്കുണ്ടോ? ഡേറ്റ്സുകൾ എഴുതാനുള്ള ബുക്കുണ്ടോ? റിനൈസൻസ് ലീഡേഴ്സിനെ കുറിച്ച് എഴുതാനുള്ള ബുക്കുണ്ടോ? റിനൈസൻസ് ലീഡേഴ്സിന് എനിക്കാണെന്നുണ്ടെങ്കിൽ 2 ബുക്കാണ്. ഒന്ന് ഇന്ത്യയിലെ റിനൈസൻസ് ലീഡേഴ്സും കേരളത്തിലെ റിനൈസൻസ് ലീഡേഴ്സിനെ കുറിച്ച് എഴുതാനുള്ള പ്രത്യേകം ബുക്കുകൾ എനിക്കുണ്ട്. 1960 നമ്മുടെ ചർച്ചാ വിഷയം. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ 1960 ബർവാരി കേസ് 1960, 1973 കേശവാനന്ദ ഭാരതി കേസ്, 1980 മിനർവ മിൽ കേസ്, ഇത് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ് ഞങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഈ വർഷങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് വിവരിക്കണം. വേണോ വേണ്ടേ? അതല്ലേ നമ്മുടെ ക്ലാസ്. 1960 എന്ന് എഴുതിയിട്ട് 5 വിശദീകരിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം? ഇവിടെ ഇരിക്കുന്ന ആളുകൾ മലപ്പുറം നിങ്ങൾ ജനാധിപത്യ പ്രക്രിയ നന്നായി പൂർത്തീകരിച്ചവരാണ്. എത്ര എണ്ണം നിങ്ങൾക്കതറിയാം? പറയൂ. പാലക്കാട്, കോഴിക്കോട്. 1960 അത് അയാൾ ഒരെണ്ണം എഴുതുകയാണ്. കേരള അഗ്രേറിയൻ റിലേഷൻ ആക്ട് പാസ്സാക്കിയത് 1960. PSC 1 മാർക്ക്. 1960 വേറെ പ്രത്യേകതകൾ. 1960 മറ്റൊരു പ്രത്യേകതയാണ് ബോംബെ സംസ്ഥാനം വിഭജിച്ച് ഗുജറാത്ത് രൂപീകരിച്ച 1960. ഗുജറാത്ത് രൂപീകരിച്ചത് 1960. 1960 മെയ് 1. 1960 മെയ് 1. തൻ്റെ ബുദ്ധിശക്തി പരിശോധിക്കാൻ പോവുകയാണ്. 2025 മെയ് 2 പ്രത്യേകത എന്താ? 2025 മെയ് 2 വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്ത് ആര്? ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വെരിഫൈ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അടുത്ത പറയുന്നത് ഒപ്പേക്ക് നിലവിൽ വന്നത് 1960. ഒപ്പേക്കിന്റെ ഫുൾ ഫോം എന്താണ്? ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ഒരു സംഘടനയാണ്. അതായത് ലോകത്ത് പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഒപ്പേക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ ആസ്ഥാനം വരുന്നത് ബാഗ്ദാദിലാണ്. ബാഗ്ദാദ് ഇറാഖിന്റെ തലസ്ഥാനമാണ് ബാഗ്ദാദ്. ഇറാഖ് ഒരു ഏഷ്യൻ രാജ്യമാണ്, ശരിയല്ലേ? ഇറാഖ് ഒരു ഏഷ്യൻ രാജ്യമാണ്. സദാം ഹുസൈൻ ഭരിച്ചിരുന്ന അവിടെയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് ബാത്ത് പാർട്ടി. സദാം ഹുസൈനെ അമേരിക്കക്കാർ തൂക്കിക്കൊന്നു. ബാഗ്ദാദ്. ശരി, നമുക്ക് അടുത്തതിലേക്ക് വരാം. അടുത്തതാണ് 1960 സിന്ധു നദീജല കരാർ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സിന്ധു നദീജല കരാർ. വർഷം 1960 സെപ്റ്റംബർ 19. ശരി, ഈ സിന്ധു നദീജല കരാറിൽ ഒപ്പിട്ടത് ആരൊക്കെയാണ്? 1960 ആകുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര് തന്നെയാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ഒപ്പിട്ടത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു, പാക് പ്രസിഡന്റായ അയൂബ് ഖാൻ. പ്രസിഡന്റ് അയൂബ് ഖാൻ. ശരി, ഇതിന് മധ്യസ്ഥത വഹിച്ചത് വേൾഡ് ബാങ്ക് ആണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വേൾഡ് ബാങ്ക് ആണ് മധ്യസ്ഥത വഹിച്ചത്. അവിടെ നോക്കി ക്വസ്റ്റ്യൻ പോകുന്ന വഴി കണ്ടോ? വേൾഡ് ബാങ്ക് ആണ് IBRD, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. IBRD എന്ന് പറയുന്നത് ബ്രിട്ടൻ വുഡ് സിസ്റ്റേഴ്സിൽ പെടുന്ന ഒന്നാണ്. ഒന്ന് IMF, രണ്ടാമത് IBRD. ലോക ബാങ്കാണ് യഥാർത്ഥത്തിൽ സിന്ധു നദീജല കരാറ് ഒപ്പിടാൻ ഇന്ത്യയും പാകിസ്ഥാനെയും പ്രേരിപ്പിച്ചത്. ഇന്ത്യയുടെ പ്രതിനിധി ആരായിരുന്നു ഒപ്പിട്ടത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാക് പ്രസിഡന്റ് ആയിരുന്ന അയൂബ് ഖാനുമാണ് ഒപ്പിട്ടത്. അതായത് ഈ നദി ഒഴുകുന്നത് ഇന്ത്യയിലും പാകിസ്ഥാനിലും കൂടിയാണ്. അതുകൊണ്ടാണ് ഒരു കരാർ ഉണ്ടാക്കിയത്. കറാച്ചിയിൽ വെച്ചിട്ടാണ് ഇത് ഒപ്പിട്ടത്. ഇത് പ്രകാരം ഇന്ത്യക്ക് നിയന്ത്രണമുള്ള നദികളാണ് രവി, ബിയാസ്, സത്ലജ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും തീർച്ചയാണ്. രവി, ബിയാസ്, സത്ലജ്. ഇവിടെ ആരും ഇട്ടിട്ട് ഇന്ത്യ എന്ന് എഴുതി വയ്ക്കൂ. ആ നോട്ട് എഴുതിയവരെ ആ ബുക്കിൽ ഇങ്ങനെ എഴുതൂ. ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള നദികളാണ് രവി, ബിയാസ്, സത്ലജ്. പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബിയാസ് ആണ് സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. അത് ഇന്ത്യക്കകത്ത് മാത്രം ഒഴുകുന്നതാണ്.
ശരി, അടുത്തത് ഇവിടെ സത്ലജ് പറയാനാണെങ്കിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് സത്ലജ്. സത്ലജ് നദി. ശരി, അടുത്തത് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ളത് ഏറ്റവും മുകളിൽ വടക്കോട്ടുള്ളത്. പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ളതാണ് ഒന്ന് സിന്ധു. സിന്ധു. അടുത്തത് ചലം, ചിനാബ്. 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 സിന്ധു, ചലം, ചിനാബ്. ഇവിടെ ആരോ ഇട്ടിട്ട് പാകിസ്ഥാൻ എന്ന് എഴുതും. പാകിസ്ഥാൻ. അപ്പോൾ ഞാൻ ഇനി തൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. സിന്ധു നദീജല കരാർ നിലവിൽ വന്ന വർഷം ഏത്? 1960 സെപ്റ്റംബർ 19. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് സിന്ധു ജല കരാറിൽ ഒപ്പിട്ടത്? ഇന്ത്യയും പാകിസ്ഥാനും. ഈ ഒപ്പിട്ട വർഷവും ദിവസവും ഏതാണ്? 1960 സെപ്റ്റംബർ 19. ഇന്ത്യക്ക് വേണ്ടി ആ കരാറിൽ ഒപ്പിട്ടത് ആരാണ്? ഇന്ത്യക്ക് വേണ്ടി ഒപ്പിട്ടത് ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ്. പാകിസ്ഥാന് വേണ്ടി ഒപ്പിട്ടത്? പാകിസ്ഥാന് വേണ്ടി ഒപ്പിട്ടത് പാകിസ്ഥാന്റെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന അയൂബ് ഖാൻ ആയിരുന്നു. ഈ കരാർ അനുസരിച്ച് ഇന്ത്യക്ക് പൂർണ്ണമായി അധികാരം കിട്ടിയ നദികൾ ഏതൊക്കെയാണ്? രവി, ബിയാസ്, സത്ലജ്. അത് ഇന്ത്യയുടെ ഭാഗത്ത് വന്നു. എന്നാൽ പാകിസ്ഥാൻ കിട്ടിയത് ഏതൊക്കെയാണ്? സിന്ധു, ചലം, ചിനാബ്. ഈ നദികളുടെ വെള്ളം നിയന്ത്രിക്കുന്നതിനും മറ്റുള്ള അവകാശം ആർക്ക് കിട്ടി? പാകിസ്ഥാന് കിട്ടി. ശരി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു എന്ന് പറയുന്നത്. സിന്ധു നദി ഒഴുകുന്നത് 3 രാജ്യങ്ങളിലൂടെയാണ്: ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ. അതുപോലെ പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ്. ശരിയാണ്. സിന്ധു നദി പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ് പതിക്കുന്നത്. സിന്ധു നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസ സരോവറിൽ നിന്നാണ്. 5 വിട്ടു ഒരു ക്വസ്റ്റ്യൻ പറയട്ടെ. പരീക്ഷയ്ക്ക് ചോദിച്ചാണ് പറയുന്നത്. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ചില്ലാർ വഴിയാണ് പ്രവേശിക്കുന്നത്. ചില്ലാർ വഴി. അത് PSC പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. പാകിസ്ഥാന്റെ ദേശീയ നദി ഏതാണ്? സിന്ധു നദിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? സിന്ധു നദിയാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗംഗ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. വൃത്തഗംഗ. ശരി, ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ 1960 3 പ്രത്യേകതകൾ പറഞ്ഞു. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഞാൻ ചോദിക്കാൻ പോവുകയാണ്. 1966 ജനുവരി 10 പ്രത്യേകത എന്താണ്? ജനുവരി 10 അല്ലെങ്കിൽ ജനുവരി 11 എന്നും പറയാം. എന്താണ്? 1960 ജനുവരി 10 താഷ്കണ്ട് കരാർ. താഷ്കണ്ട് കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ഇന്ത്യയും പാകിസ്ഥാനും. ഇന്ത്യയുടെ പ്രതിനിധി ആരായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു ഇന്ത്യയുടെ പ്രതിനിധി. പാകിസ്ഥാൻ്റെത് അയൂബ് ഖാൻ തന്നെയാണ്. മധ്യസ്ഥനായതാരാണ് താഷ്കന്റ് കരാറിൽ? അലക്സി കോസിഗനാണ് മധ്യസ്ഥനായത്. ഇവിടെ മധ്യസ്ഥനായത് ആരാണ്? വേൾഡ് ബാങ്ക് ആണ്. എന്നാൽ താഷ്കന്റ് കരാറിൽ ഒപ്പിട്ടത് 1966 ജനുവരി 10. 11 അദ്ദേഹം മരിച്ചു പോവുകയാണ്. താഷ്കണ്ടിൽ വെച്ചാണ് ലാൽ ബഹദൂർ ശാസ്ത്രി മരിക്കുന്നത്. നമുക്ക് സിന്ധു നദീജല കരാർ പറഞ്ഞുകൊണ്ട് 2025 ഏപ്രിൽ 22 നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണം നടന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് 2025 ഏപ്രിൽ 23 ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചായിരുന്നു. പഹൽഗാം ഭീകരാക്രമണം നടന്നത് 2025 ഏപ്രിൽ 22 പഹൽഗാം എന്ന് പറയുന്ന സ്ഥലം എവിടാണ്? ജമ്മു കാശ്മീരിലാണ്. അത് ജമ്മു കാശ്മീരിലെ അനന്തനാഗ് ജില്ലയിലാണ്. അനന്തനാഗ് ജില്ല. പഹൽഗാമിനെയാണ് ആട്ടിടയന്മാരുടെ താഴ്വര എന്ന് അറിയപ്പെടുന്നത്. ആട്ടിടയന്മാരുടെ താഴ്വര. അപ്പം പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. 2025 മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ നടന്നത്. അതിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് നരേന്ദ്രമോദിയാണ്. അതും ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചു. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? അടുത്ത് നമുക്ക് 1973 പോവാം. 1973 നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണം ജമ്മു കാശ്മീരിലെ അനന്തനാഗ് ജില്ലയിലാണ് പഹൽഗാം സ്ഥിതി ചെയ്യുന്നത്. പഹൽഗാം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ അനന്തനാഗ് ജില്ലയിലാണ്. അനന്തനാഗ് ജില്ല. ഈ പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നത് 2025 ഏപ്രിൽ 22 2025 ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നത്. നടന്നത് പഹൽഗാമിലാണ്. പഹൽഗാം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ അനന്തനാഗ് ജില്ലയിലാണ്. ആട്ടിടയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്നത് പഹൽഗാമിനെയാണ് ആട്ടിടയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്നത്. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. അതിന്റെ ഡേറ്റ് ആണ് 2025 മെയ് 7. 2025 മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് നരേന്ദ്രമോദിയാണ്.
ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് നരേന്ദ്രമോദിയാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു ലോഗോ ഉണ്ടായിരുന്നു, നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. ഒരു ചെപ്പിൽ നിന്ന് സിന്ദൂരം ഇങ്ങനെ തെറിക്കുന്നതായിട്ടുള്ള ഒരു ലോഗോ ഉണ്ടായിരുന്നു. ആ ലോഗോ ഡിസൈൻ ചെയ്തവരുണ്ട്. അതിൽ ഒരാളാണ് ലഫ്റ്റനന്റ് കേണൽ ഹർഷ് ഗുപ്ത. ലഫ്റ്റനന്റ് കേണൽ ഹർഷ് ഗുപ്ത. അതുപോലെ ഹവിൽദാർ സുരീന്ദർ സിംഗ്. ഹവിൽദാർ സുരീന്ദർ സിംഗ്. അപ്പം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലോഗോ ഡിസൈൻ ചെയ്തവരാണ് ലഫ്റ്റനന്റ് കേണൽ ഹർഷ് ഗുപ്തയും അതുപോലെ ഹവിൽദാർ സുരീന്ദർ സിംഗും. ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത 2 വനിതകളാണ്. ഒന്ന് ലഫ്റ്റനന്റ് കേണൽ സോഫിയ ഖുറേഷി. കേണൽ സോഫിയ ഖുറേഷി. അടുത്തത് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ ഒന്നും കൂടെ പറയാം. പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നത് 2025 ഏപ്രിൽ 22-നാണ്. പഹൽഗാം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ അനന്തനാഗ് ജില്ലയിലാണ്. പഹൽഗാമിനെ അറിയപ്പെടുന്ന പേരാണ് ആട്ടിടയന്മാരുടെ താഴ്വര. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. അതിൻ്റെ ഡേറ്റാണ് 2025 മെയ് 7. ഈ ദൗത്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലോഗോ ഡിസൈൻ ചെയ്തവരാണ് ലഫ്റ്റനന്റ് കേണൽ ഹർഷ് ഗുപ്തയും ഹവിൽദാർ സുരീന്ദർ സിംഗും. ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം നടത്തിയ 2 വനിതാ ഉദ്യോഗസ്ഥരാണ്. ഒന്ന് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. അടുത്തത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനെ വധിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മഹാദേവ്. പഹൽഗാം ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരനെ വധിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മഹാദേവ്. അപ്പോൾ നമ്മൾ സിന്ധു നദീജല കരാർ പറഞ്ഞപ്പോഴായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് പോയത്. സിന്ധു നദീജല കരാർ താൽക്കാലികമായി ഇന്ത്യ മരവിപ്പിച്ചതെന്നാണ്. പഹൽഗാം ഭീകരാക്രമണം നടന്ന 2025 ഏപ്രിൽ 22-നാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത്. അതിൻ്റെ തൊട്ടു പിറ്റത്തെ ദിവസമാണ് എന്ത് ചെയ്തത്? ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് 1973-ന്റെ പ്രത്യേകതകളാണ്. 1973-ലെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി കേസിന്റെ പ്രത്യേകത എന്താണ്? ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ് 1973. കേശവാനന്ദ ഭാരതി കേസ് കേരളവുമായി ബന്ധപ്പെട്ട കേസാണെന്ന് ഓർത്തിരിക്കുക. അടുത്തതാണ് ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1973-ലാണ്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ് ആരംഭിച്ചത്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ല. ഇതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1973-ലാണ്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ് ഇത് ആരംഭിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനം പറഞ്ഞപ്പം അതേപോലെയുള്ള ഒരു പ്രസ്ഥാനം കൂടെ പറയാം, അതാണ് അപ്പിക്കോ പ്രസ്ഥാനം. അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ വർഷം 1983-ലാണ്. 1983-ലാണ് ഇത് കർണാടകയിലാണ് ആരംഭിച്ചത്. കർണാടക. ഇതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് പാണ്ഡുരംഗ ഹെഗ്ഡെ. പാണ്ഡുരംഗ ഹെഗ്ഡെയാണ് അപ്പിക്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത്. വർഷം 1983. അടുത്ത 1973-ന്റെ പ്രത്യേകതയാണ് പ്രോജക്റ്റ് ടൈഗർ. പ്രോജക്റ്റ് ടൈഗർ വരുന്നത് 1973-ലാണ്. എന്നാൽ വന്യജീവി സംരക്ഷണ നിയമം വരുന്നത് എന്നാണ്?
വന്യജീവി സംരക്ഷണ നിയമം വരുന്നത് 1972 തൊട്ടടുത്ത വർഷം 1973 പ്രോജക്റ്റ് ടൈഗർ വരുന്നത്. എന്നാൽ പ്രോജക്റ്റ് എലിഫന്റ് വരുന്നത് എന്നാണ്? പ്രോജക്റ്റ് എലിഫന്റ് വരുന്നത് 1992 ഓർത്തിരിക്കുക. അപ്പൊ പ്രോജക്റ്റ് ടൈഗർ 1973, വന്യജീവി സംരക്ഷണ നിയമം അഥവാ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത് 1972, പ്രോജക്റ്റ് എലിഫന്റ് വരുന്നത് 1992. അടുത്തത് പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് 1973. പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് 1973. പറമ്പിക്കുളം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ 2 പ്രധാന കടുവാ സങ്കേതങ്ങളാണ് പറമ്പിക്കുളവും അതുപോലെ പെരിയാറും. പെരിയാർ, പറമ്പിക്കുളം ഇത് രണ്ടുമാണ് കേരളത്തിലെ 2 പ്രധാന കടുവാ സങ്കേതങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1973. അടുത്തതാണ് പ്രോജക്റ്റ് ആരോ. പ്രോജക്റ്റ് ആരോ നിലവിൽ വന്നത് 1973. പ്രോജക്റ്റ് ആരോ എന്ന് പറയുന്നത് തപാൽ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് തപാൽ സേവനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തപാൽ വകുപ്പ് ആരംഭിച്ച ഒരു പ്രോജക്റ്റാണ് പ്രോജക്റ്റ് ആരോ എന്ന് പറയുന്നത്. വർഷം 1973. അടുത്തത് കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയത് 1973. കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയത് 1973. എന്നാൽ സന്തോഷ് ട്രോഫി ആരംഭിക്കുന്നത് എന്നാണ്? അത് 1941. 1941 സന്തോഷ് ട്രോഫി ആരംഭിക്കുന്നത്. കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് 1973. സന്തോഷ് ട്രോഫി കിരീടം 2026 ഇപ്പൊ ലേറ്റസ്റ്റ് കിട്ടിയ ജേതാക്കൾ ആരാണ്? അത് സർവീസസ് ആണ്. 2026 സന്തോഷ് ട്രോഫി ജേതാക്കളാണ് സർവീസസ്. ഫൈനലിൽ കേരളത്തെയാണ് പരാജയപ്പെടുത്തിയത്. കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് 1973 പറഞ്ഞ പോയിന്റുകൾ ഒന്നും കൂടെ പറയാം. ഒന്ന്, കേശവാനന്ദ ഭാരതി കേസ് 1973. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. അടുത്തതാണ് ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1973 ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ്. അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സുന്ദർലാൽ ബഹുഗുണ. അതുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പറഞ്ഞതാണ് അപ്പിക്കോ പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1983 കർണാടകയിലാണ്. അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് പാണ്ഡുരംഗ ഹെഗ്ഡെ. അടുത്തത് പ്രോജക്റ്റ് ടൈഗർ വരുന്നത് 1973. എന്നാൽ വന്യജീവി സംരക്ഷണ നിയമം വരുന്നത് 1972. പ്രോജക്റ്റ് എലിഫന്റ് വരുന്നത് 1992 ഓർത്തിരിക്കുക. അടുത്തത് പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് 1973. കേരളത്തിലെ 2 കടുവാ സങ്കേതങ്ങളാണ്. ഒന്ന് പറമ്പിക്കുളം, പാലക്കാട് ജില്ല. രണ്ടാമത്തത് പെരിയാർ. അടുത്തത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് 1973. അതുപോലെ പ്രോജക്റ്റ് ആരോ തപാൽ സേവനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് തപാൽ വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് പ്രോജക്റ്റ് ആരോ എന്ന് പറയുന്നത്. അടുത്തത് കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് 1973. സന്തോഷ് ട്രോഫി ആരംഭിച്ച വർഷം 1941 പറഞ്ഞു. 2026 സന്തോഷ് ട്രോഫി കിരീട ജേതാക്കളാണ് സർവീസസ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 1980 പ്രത്യേകതകളാണ്. അതിന്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് ബച്ചുപൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന ആരംഭിക്കുന്നത് 1980. ബച്ചുപൻ ബച്ചാവോ ആന്തോളൻ. ബച്ചുപൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന ആരംഭിക്കുന്നത് 1980. അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് കൈലാസ് സത്യാർത്ഥി. ബച്ചുപൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന ആരംഭിക്കുന്നത് 1980. അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് കൈലാഷ് സത്യാർത്ഥി. ഇദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത് എന്നാണ്? 2014. 2014 കൈലാഷ് സത്യാർത്ഥിക്ക് മലാല യൂസഫ്സായിയോടൊപ്പം നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. ഈ കൈലാഷ് സത്യാർത്ഥിയുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് കരുണ ദ പവർ ഓഫ് കമ്പാഷൻ. കരുണ The power of compassion.
കരുണ ദ പവർ ഓഫ് കമ്പാഷൻ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? കൈലാഷ് സത്യാർത്ഥിയാണെന്ന് ഓർത്തിരിക്കാം. അടുത്തത് മിൽമ ആരംഭിക്കുന്നത് 1980-ലാണ്. മിൽമ ആരംഭിക്കുന്നത് 1980-ലാണ്. ആസ്ഥാനം തിരുവനന്തപുരം. അതുപോലെ SK പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് എന്നാണ്? 1980-ലാണ്. SK പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നത് 1980-ലാണെന്ന് ഓർക്കാം. ഇതുവരെ ജ്ഞാനപീഠം നേടിയ 6 മലയാളികളാണ് ഉള്ളത്. അതൊന്ന് ഓടിച്ച് പറയാം. ഒന്നാമത്തത് 1965 ജി ശങ്കരക്കുറുപ്പിനാണ് കിട്ടുന്നത്. 1965 ജി ശങ്കരക്കുറുപ്പ്. 1980 1965 ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് ഓടക്കുഴൽ. 1980 SK പൊറ്റക്കാടിനാണ് ഒരു ദേശത്തിന്റെ കഥ എന്ന യാത്രാ വിവരണത്തിനാണ് 1980 SK പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്. 1982 മുതലാണ് ഒരു പ്രത്യേക കൃതിക്ക് എന്നുള്ളത് മാറ്റിയിട്ട് സമഗ്ര സംഭാവനയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം കൊടുക്കാൻ തുടങ്ങിയത്. അതുപ്രകാരം 1984 ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ വ്യക്തിയാണ് തകഴി ശിവശങ്കര പിള്ള. അടുത്തത് 1995 MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്. 2007 ONV കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്. 2019 അക്കിത്തത്തിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്. ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ മലയാളികളാണ് 1965 ജി ശങ്കരക്കുറുപ്പ്, 1980 SK പൊറ്റക്കാട്, 1984 തകഴി ശിവശങ്കര പിള്ള, 1995 MT വാസുദേവൻ നായർ, 2007 ONV കുറുപ്പ്, 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം ആരുടെ കൃതിയാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കൃതിയാണ്. എന്നാൽ 2026 60-ാമത് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ വ്യക്തി ആരാണ്? അത് R വൈരമുത്തു ആണ്. തമിഴ്നാട് സ്വദേശിയായ R വൈരമുത്തുവിനാണ് 2026 60-ാമത് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്. അടുത്തത് രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം. രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത് 1980 ഏപ്രിൽ 15-നാണ്. 1980 ഏപ്രിൽ 15-നാണ് രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. 200 കോടിക്ക് മുകളിൽ മൂലധനമുള്ള 6 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. 200 കോടിക്ക് മുകളിൽ മൂലധനമുള്ള 6 ബാങ്കുകളാണ് രണ്ടാം ബാങ്ക് ദേശസാൽക്കരണത്തിലൂടെ ദേശസാൽക്കരിച്ചത്. അങ്ങനെയെങ്കിൽ ഒന്നാം ബാങ്ക് ദേശസാൽക്കരണം നടന്നത് എന്നാണ്? 1969 ജൂലൈ 19-നാണ്. 50 കോടിക്ക് മുകളിൽ മൂലധനമുള്ള 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. അപ്പം ഒന്നാം ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1969 ജൂലൈ 19-നാണ്. 50 കോടിക്ക് മുകളിൽ മൂലധനമുള്ള 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത് 1980 ഏപ്രിൽ 15-നാണ്. 200 കോടിക്ക് മുകളിൽ മൂലധനമുള്ള 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. അപ്പോൾ നമുക്ക് 1980-ന്റെ പ്രത്യേകത ഒന്നുകൂടെ പറയാം. ഒന്നാമത്തത് ബച്പൻ ബച്ചാവോ ആന്തോളൻ. അത് ആരംഭിക്കുന്നത് 1980-ലാണ്. അതിന് നേതൃത്വം കൊടുത്തത് കൈലാഷ് സത്യാർത്ഥിയാണ്. കൈലാഷ് സത്യാർത്ഥിക്ക് നൊബേൽ പുരസ്കാരം ലഭിക്കുന്നത് 2014-ലാണ്. സമാധാന നൊബേലാണ് കിട്ടിയത്. മലാല യൂസഫ്സായിയോടൊപ്പമാണ് നൊബേൽ പങ്കിട്ടത്. കൈലാഷ് സത്യാർത്ഥിയുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് കരുണ ദ പവർ ഓഫ് കമ്പാഷൻ. കരുണ ദ പവർ ഓഫ് കമ്പാഷൻ എന്ന കൃതി എഴുതിയത് കൈലാഷ് സത്യാർത്ഥിയാണ്. അടുത്ത നമ്മൾ പറഞ്ഞു മിൽമ ആരംഭിക്കുന്നത് 1980-ലാണ്. ആസ്ഥാനം തിരുവനന്തപുരം. അടുത്തത് SK പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നത് 1980-ലാണ്. കൃതി ഒരു ദേശത്തിന്റെ കഥ. അടുത്തത് രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത് 1980 ഏപ്രിൽ 15-നാണ്. 200 കോടിക്ക് മുകളിൽ മൂലധനമുള്ള 6 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. എന്നാൽ ഒന്നാം ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത് 1969 ജൂലൈ 19-നാണ്. 50 കോടിക്ക് മുകളിൽ മൂലധനമുള്ള 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. 1960, 1973, 1980 ഇത്രയും വർഷങ്ങളുടെ പ്രത്യേകതകളാണ് പറഞ്ഞത്. സാറിനൊരു പ്രത്യേക സാഹചര്യത്തിൽ പുറത്തു പോകേണ്ടി വന്നു. അത് നിങ്ങളെ അറിയിക്കണമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പം ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.